നമസ്കാരം. കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുൻപ് VVIP ജയിലിലെത്തിയിരിക്കുന്നു. വീണ്ടും ഗുരുതര ആരോപണവുമായി KM ഷാജി. കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ആരോപണം ആവർത്തിച്ചുകൊണ്ടാണ് ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തിയിരിക്കുന്നത്. കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ഒരു VVIP ജയിലിലെത്തിയെന്ന് ഷാജി ആരോപിക്കുന്നു. സംഭവത്തിൽ കേസ് കൊടുക്കുവാൻ MV ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും കേസെടുത്താൽ നിരവധി ഏജൻസികൾ കേരളത്തിൽ ഇറങ്ങുമെന്നും ഷാജി പറയുകയാണ്. അതോടെ നിരവധി കൊലപാതക കേസുകൾ അടക്കമുള്ളവ പുറത്തു വരാൻ പോകുന്നു. ബാക്കി കേസ് വന്ന ശേഷം പറയാമെന്നുള്ള തരത്തിലാണ് KM ഷാജിയുടെ പ്രസ്താവന. TP കേസിലെ 2 പ്രതികൾ മരിച്ചിരിക്കുന്നു. മരിച്ചത് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല എന്നതാണ് ഷാജി പറയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി PK കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി നേരത്തെയും രംഗത്ത് വന്നിരുന്നു. TP കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്തുവാനുള്ള ഏകകണ്ണി എന്ന് പറയപ്പെടുന്ന കുഞ്ഞനന്ദനാണ്. കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധ ഏറ്റാണ് മരിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു KM ഷാജിയുടെ ആരോപണവും വെളിപ്പെടുത്തലും. PK കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്ന് KM ഷാജി പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം. കുഞ്ഞനന്ദൻ്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു എന്നുള്ളതാണ്. കുഞ്ഞനന്ദന് ജയിലിൽ നിന്നെങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണമെന്നാണ് KM ഷാജി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കുഞ്ഞനന്ദൻ മരിച്ചതാണോ അതോ കുഞ്ഞനന്ദനെ കൊന്നതാണോ? അങ്ങനെ കൊന്നതാണെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടുന്ന ഈ പ്രതികൾ അടക്കമുള്ളവർ ഓരോരുത്തരായി മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ കേസിൽ നിന്ന് മാത്രമല്ല, പല കൊലപാതക കേസുകളിലും CPയുമായി ബന്ധപ്പെട്ടിട്ട് ജയിലഴികൾക്കുള്ളിൽ കഴിയുന്നവരിൽ പലരും ഒന്നുകിൽ ജയിലുകൾക്കുള്ളിൽ വെച്ച് അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടവരെ മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. കൊലപാതകത്തിൽ ഏർപ്പെട്ടവർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ കൊല്ലിച്ചവരും കൊല്ലപ്പെടുന്നവരും കൊല്ലാൻ നേതൃത്വം നൽകുന്നതുൾപ്പെടെയുള്ളവർ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ കൂടാരത്തണലിൽ കഴിയുന്നു എന്ന വാർത്തകളാണ് KM ഷാജി അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ MV ഗോവിന്ദന് ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഷാജി മുന്നോട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ പറയാൻ ഒരുപാട് കഥകൾ, കേസുകൾ, അതായത് കൊന്നു തള്ളിയ കേസുകൾ, കൊലപാതക കേസുകൾ അടക്കം ഒട്ടനവധി കേസുകൾ മുന്നോട്ട് വരുവാനുണ്ട് എന്ന് KM ഷാജി വെളിപ്പെടുത്തുകയാണ്. അത്തരത്തിൽ സത്യസന്ധമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ CPM എന്നും ആ CPMൻ്റെ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും പുലർത്തി വരുന്നത് നിർത്തലാക്കണമെന്നും ഇനി അത്തരത്തിലൊരു സംവിധാനം കേരളം പോലൊരു സംസ്ഥാനത്ത് ആവശ്യമില്ല എന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ലീഗ് നേതാക്കൾ. ഒപ്പം കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുൻപ് ഒരു VVIP അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ആ VVIP ആരാണ്? ആ VVIP എന്തിനു വന്നു? VVIP വന്നു പോയതിനു ശേഷം ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടാണ് എങ്കിൽ അതിന് പിന്നിൽ ഒരു VIP ഉണ്ട് എന്നുള്ളതാണ്. ആ VIPയെ കണ്ടുപിടിക്കുക, ആ VIPയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. പാർട്ടിയും പാർട്ടിക്കാരും ഈ പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അറിയാതെ ഒരു VVIPും ജയിലഴികൾക്കുള്ളിൽ കഴിയുന്ന കുഞ്ഞനന്ദനെ കാണാൻ വരില്ല. അങ്ങനെ കുഞ്ഞനന്ദനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി തല നേതാക്കൾ പറഞ്ഞു വിട്ടത് തന്നെയാണ്. അങ്ങനെ വന്നിട്ടുള്ളതാര്, പറഞ്ഞു വിട്ടതാര് എന്നുള്ളത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മാത്രമല്ല ഇനി അത് കേട്ടാൽ കേരളം ഞെട്ടുന്ന വാർത്തകളായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.